ചെയ്യുമ്പോഴുള്ള സങ്കടമില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മ മരണപ്പെട്ടു. അന്ന് അവസാനിച്ചാണ് എന്റെ സങ്കടത്തിന്റെ അത്. അത് വലിയ മാതാപിതാക്കൾ സിറാത്തുൽ മുസ്തഖീന വീഴോ? അതെ അതെ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. പരിചയക്കാരനാണ്. ആയി നല്ല തിന്നിട്ട് ആ സ്നേഹം കണ്ട ഈ. അതെ അതെ അതെ, ഓരോ ജീവികൾക്കും ഈ ജീവികളെ ഇഷ്ടപ്പെടും. ഇപ്പൊ നമ്മളൊക്കെ പൂച്ചനെ വീട്ടിലൊക്കെ ഇല്ലേ, ഭയങ്കര ഇണക്കാണ് നമ്മളെ അയ്യോ ആ സ്നേഹം കാട്ടാണ്. നമ്മളോട് സ്നേഹം കാട്ടുവോ? എന്റെ 6 വയസ്സായൊരു മോനുണ്ട്, പുറത്ത് കയറിയിരിക്കും. അടി കിട്ടും കുറയ്ക്കാനാണ്. അത് ഒരക്കാനാ? വെറുതെ കൊമ്പിട്ട് വരച്ച് പേരെന്താ? ഇല്ലല്ല. എത്ര കിണ്ടലുണ്ടാവും? ഇതൊരു ഉണ്ടാവും 300-350 ഉണ്ടാവും. നമ്മൾ അനുഭവം വെച്ചിട്ട്. 3 വയസ്സായി. ഇതിപ്പോ ചെറുതിൽ നിങ്ങൾക്ക് വന്നാണ് കൊണ്ടുവന്നല്ലേ? അതാണ് ഇഷ്ടം. ഇനിയിപ്പോ നമ്മുടെ വീട്ടിലേക്ക് കൊടുക്കുന്ന സാധാരണ കാലിത്തീറ്റ കൊടുക്കണില്ല, അതുപോലെ. പിന്നെ പാല് സമൃദ്ധി കുടിച്ചായിരുന്നു. പിന്നല്ലേ, ഞാൻ വെയിലുകൊണ്ട് അടച്ചിട്ട് വന്നാണ്. എന്നാ കെട്ടിക്കോളൂ അടുത്തന്നെ. അന്റെ അടുത്തേക്കല്ല അങ്ങട്. നിങ്ങളോടാണ് ഇഷ്ടം. ഞാൻ നോക്കണേ ഇന്നോടായിരിക്കും. 2 ദിവസം വരെ കൂടെ പെരുമാറിയാൽ മതി. ഒരു സ്വഭാവമുണ്ട്, നമ്മ വേദനിപ്പിച്ചു എത്ര വേണമെങ്കിലും വേദനിപ്പിച്ച കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് തന്നെ വരും. അതേ സമയത്ത് പശുക്കള് കണ്ടാ പേടിച്ചു പോകും. തൊടാൻ പറ്റുമോ? ഏനെങ്ങാണ്ട് നിക്കറ. എന്നാ കെട്ടു, നമ്മള് പോവാ. അതേപോലെയൊക്കെ ഓമനിച്ച് ഒട്ടാപ്പത്തിന് ഇയാൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയാണ്. ഇങ്ങനെ ഓമനിച്ച് വളർത്തിയതാണ് പലരും തീന്മേശയിലേക്ക് പോകുന്നത്. ഒരു സങ്കടമുള്ള കാര്യമാണ്. നമ്മളെ പരിപാടി ഇതാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയും കൂടി ചിന്തിക്കണമല്ലോ. പക്ഷെ എന്താ ചെയ്യുക, വേറെ മാർഗമില്ല. എന്തായാലും മൂപ്പർക്ക് അത് വെക്കുമ്പോ അതെ അതെ അതെ. ഇവിടെ ആവാതൊന്നുമില്ല. ചിലപ്പോ എനിക്ക് തോന്നിയാ കയറ്റി അർത്താകളി. അല്ല, ഇനി ഇതിനിപ്പോ വെക്കുമ്പോ സങ്കടം ഉണ്ടാവോ? അങ്ങനെയുള്ള അത് നമ്മളെ പാർട്ടാണ്, ലൈഫിന്റെ ഒരു പാർട്ടായി മാറി. പാർട്ട് ബിസിനസ് മാത്രല്ല, എന്റെ തിയറിയില് ഏറ്റവും വലിയൊരു സങ്കടം അല്ല, അത് നമ്മള് വളർത്തിണ്ടാക്കിയ സാധനത്തിന് അർത്ഥീർച്ചയായി കൊടുക്കുമ്പോ ഒരു തൃപ്തി വേറുണ്ട്. അതുണ്ട്. അതൊന്നും മാത്രല്ല, ഇങ്ങനെ വളർത്തി വലുതാക്കിയിട്ട് എനിക്കിത് ചെയ്യുമ്പോഴുള്ള സങ്കടമില്ല എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉമ്മ മരണപ്പെട്ടു. അന്ന് അവസാനിച്ചാണ് എന്റെ സങ്കടത്തിന്റെ അത്. അതെ അതെ, അത് വലിയതാണ്. മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് ഉമ്മ. ഇപ്പൊ ഞാനൊക്കെ എന്റെ ഉമ്മാനെ ജീവനായിട്ട് കാണുന്ന സ്റ്റാറ്റസ് കണ്ടപ്പോ അസൂയ തോന്നി. അതങ്ങനെയാണ്. അല്ല, എന്നോട് പലരും പറയാറുണ്ട്. ഇപ്പൊ ആ വീടിന്റെ മറ്റേ വാട്സപ്പിന്റെ DP കാണുമ്പോ അമേരിക്കയിലുള്ള ഒരാൾ എനിക്ക് ആ വർക്കൊന്നും ചോദിക്കാതെന്ന്. കാരണം മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്ന ആള് കളങ്കമില്ലാണ്. അത് മാത്രല്ല, ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇരിക്കുന്ന വീട് വിറ്റിട്ട് 5 സെന്റ് സ്ഥലം വീടും വിറ്റിട്ട് റോട്ടിലേക്ക് പോന്നതാ. ഞങ്ങള് 11 മക്കളും വാപ്പയും ഉമ്മയും അവരെ 2 മാതാപിതാക്കള്, അവരെ 2 തള്ളാര്. അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ സെറ്റപ്പിൽ എത്തിയത്. പക്ഷെ നിങ്ങൾക്ക് അതൊരു സങ്കടമല്ല, കാരണം നിങ്ങൾ ചെറുപ്പത്തിലെ അല്ല, ത്യാഗത്തിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് എന്റെ ഉമ്മ അനുഭവിച്ചിട്ടുള്ളത്. അന്ന് വയറിറച്ചി 5 മക്കള്. അന്ന് ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കാനുണ്ട്, പക്ഷെ ആഗ്രഹിച്ചതില്ല. അതുപോലെ തന്നെ കെടുക്കാൻ വീട് എന്ന് പറയാൻ ആഗ്രഹിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടാൻ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറവാണ്. ഇന്ന് ഞാൻ എന്തൊരു സാധനം മേടിക്കുമ്പോഴും ഞാൻ ആലോചിക്കും, അത് ഉമ്മ കൂടെ ഉണ്ടെങ്കിലെന്ന് അവർക്ക് ഉണ്ടാവണ്ടല്ലേ എന്നുള്ളത് അതും കൂടി ചേർത്ത് പിടിച്ചിരുന്നല്ലേ.
അപ്പം നിങ്ങളെ വലിയ മനസ്സാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അതിപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. അങ്ങനത്തെ ആളുകളുടെ ജീവിതത്തിൽ പരാജയപ്പെടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളെ താഴ്ത്തി കൊണ്ടുപോകാത്തത്. അതെ 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 അതെ, തീർച്ചയായിട്ടും അത് നിൽക്കട്ടെ. അമ്മമാർ ആരോഗ്യത്തോടെ ജീവിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കൊണ്ടുപോകും. അത് മൊത്തത്തിന് രൂപപ്പെട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ എടുക്കും, എടുത്ത് ഫ്രണ്ട് സീറ്റിൽ എടുത്തു, ഒന്ന് കറങ്ങി ഒരു കാപ്പിന് കുടിക്കുള്ളൂ. അതിൽ മതി. അവർക്ക് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയ സന്തോഷമില്ലേ. പാടില്ല ഈ കിഡ്നിയുടെ ചെറിയ വിഷയം കാരണം പ്രായം കഴിഞ്ഞപ്പോ ഓപ്പറേഷൻ ഒന്നും നടക്കില്ല. എങ്കിലും ഒരു ചുണ്ട് തന്നെയാവുന്ന ഒരു കാപ്പിയുടെ രുചി കാണിച്ചു കൊടുക്കുക. അങ്ങനെ അതിന് അവർക്ക് കിട്ടുന്ന വലിയൊരു ഒരു സന്തോഷമില്ല. അതാണ് ഏറ്റവും വലിയ. അതിന് നമുക്ക് പഠിച്ചവൻ്റെ അടുത്ത് ദൈവാനുഗ്രഹം ഭയങ്കരമായിട്ട് കിട്ടും ചെയ്യും. നിങ്ങളെ പോലെ തന്നെ അതെ അതെ അതെ, ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ കണ്ടുമുട്ടി. അത് വളരെ ആദർശികം. വേറെ എന്ത് നേടിയിട്ടും കാര്യമില്ല. അവര് കൂടെ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെയാണ്. അതൊന്നും വേറെ. അല്ല, നിങ്ങളാ പറഞ്ഞ പോയിന്റ് നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങളാ വാട്സപ്പിന്റെ DP കണ്ടപ്പോ വലിയ അസൂയ തോന്നിയെന്ന് അറിയില്ലേ. അതുപോലെ തന്നെ അത് നമ്മൾ ജീവിച്ചിരിക്കണവരെ ഫോട്ടോ വെക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാരും മരണപ്പെട്ടാല് ഈ ഫോട്ടോ വാപ്പാന്റെ ഉമ്മാന്റെ അച്ഛനും അമ്മനൊക്കെ ഒരു കാര്യമില്ല. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണം. അത് വരയ്ക്കും അവരെ ചീത്ത പറയലും അതെ 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 വഴി പറയലും ഒക്കെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് വെച്ചിട്ട് അതെ അതെ ഒരു സ്നേഹം കാണിക്കുന്നത്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇപ്പൊ എന്നോട് ഒരു സമയത്തിന്റെ ഉമ്മ ഇപ്പൊ കഴിഞ്ഞ വർഷം എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്തുനിന്ന് ഒരു കറുത്ത വാക്ക് ഇന്ന് വരെ എനിക്ക് കിട്ടിയില്ലടാ, അതിന്റെ ഗുണം എനിക്ക് പഠിച്ചോൻ തരുന്നു. അത് ചില്ലറ കാര്യമില്ല. അത് നമ്മൾ ചോദിച്ചു വാങ്ങണല്ലോ, പറയാൻ പാടില്ല. അതെ അതെ അതെ. ഇപ്പൊ എന്റെ വാപ്പിണ്ട് ഇല്ല, അവിടെ തറവാട്ടിലുണ്ട്. പക്ഷെ മൂപ്പര് ഇതേപോലെ തന്നെ ഒന്നും കണ്ടിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലടാ, പോടാന്നൊക്കെ പറഞ്ഞു. അത് കറക്റ്റാണ്. എന്ത് കണ്ടാലും എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടരുത്. എൻ്റെ വാപ്പ അവിടെ ചെല്ലുന്നതിനേക്കാളും വലിയ ഇഷ്ടമുണ്ടാവും, സ്നേഹം ഉണ്ടാവും. എൻ്റെ വാപ്പൊക്കെ അങ്ങനെയാണ്. നമ്മളെ വളരെ കുറഞ്ഞ മാത്രം സ്നേഹത്തോടൊക്കെ പെരുമാറും. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമില്ല, നമ്മളൊക്കെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. അവരുടെ ഉള്ളിലുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ചെയ്യും. അവരുടെ ആ പ്രായത്തില് അവര് ചെയ്തിട്ടുള്ള കഷ്ടപ്പാട് അനുസരിച്ചാണ് അവർ. അതെ അതെ അതെ. ഏതായാലും സന്തോഷം അല്ലേ.